ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടയം സ്പെഷ്യൽ മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ മൺചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂണോളം തന്നെ കടുകും ഇട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ട്, അതൊന്ന് പോകുന്നത് വരെ മാത്രം മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത്. ഇതും കൂടെ നല്ല പോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ഗോൾഡൻ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പുളി വെള്ളമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു നെല്ലിക്കയുടെ വട്ടത്തിലുള്ള പുളി, വാളൻ പുളി 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ട് ഞാൻ എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള വെള്ളം മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തക്കാളി ഒരു 4-5 വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കണ്ട നമ്മുടെ കറി നല്ല പോലെ തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ മത്തി ഉണ്ടല്ലോ, കുഞ്ഞൻ മത്തി, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കറിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്യാം. പിന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് തുറന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്, അപ്പോൾ മീൻ ഉടഞ്ഞു പോവും. കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കിന് നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ കോമ്പിനേഷനാണ്. ഒരു ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ എല്ലാ അപ്ഡേഷനുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.